ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചാണക്യൻ അമിത്ഷാ അടുത്ത ലക്ഷ്യത്തിലേക്ക് കണ്ണുവെച്ചു കഴിഞ്ഞു. അംഗത്തിന് ഒരുങ്ങിക്കോളൂ എന്ന് അമിത്ഷാ വെല്ലുവിളിക്കുമ്പോൾ രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുന്നത് ഒരേ ഒരു ചോദ്യത്തിലേക്കാണ്: ആ സംസ്ഥാനവും BJPക്ക് സ്വന്തമാകുമോ? വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബും താമരപ്പട പിടിച്ചെടുത്തേക്കുമെന്ന സൂചനകൾ ശക്തമാക്കുമ്പോൾ അപ്പുറത്ത് തോൽവിക്ക് മുൻപേ തന്നെ പതിവ് വോട്ട് ചോരി അല്ലെങ്കിൽ EVM ആരോപണങ്ങളുമായി രാഹുൽ ഗാന്ധി ഇപ്പോഴേ റെഡിയായി കഴിഞ്ഞു എന്നാണ് സോഷ്യൽ മീഡിയയിലെ പുതിയ പരിഹാസം. അമിത്ഷായുടെ നേതൃത്വത്തിൽ BJP പഞ്ചാബിൽ നടത്തുന്ന വൻ രാഷ്ട്രീയ നീക്കങ്ങൾ ഫലം കാണുന്നു എന്നാണ് വോട്ടർമാർക്കിടയിലെ പുതിയ വിലയിരുത്തൽ. ഈയിടെ പുറത്തുവന്ന സർവേകളിൽ പഞ്ചാബിൽ BJPയുടെ ജനപ്രീതി 12% ഉയരുമെന്നാണ് പ്രവചനം. നിലവിൽ ഭരിക്കുന്ന ആം ആദ്മി പാർട്ടിക്ക് നേരിയ മുൻതൂക്കമുണ്ടെങ്കിലും BJPയുടെ ഈ അപ്രതീക്ഷിത കുറിപ്പ് കാവിപ്പടയ്ക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. അതേസമയം ജനപ്രീതി കുത്തനെ ഇടിഞ്ഞ് വട്ടപൂജ്യത്തിലേക്ക് നീങ്ങുകയാണ് കോൺഗ്രസ്. ഇതിന് കാരണമാകട്ടെ കോൺഗ്രസിനുള്ളിലെ പതിവ് കലാപവും തമ്മിലടിയും തന്നെയാണ്. പഞ്ചാബ് കോൺഗ്രസ് അധ്യക്ഷനായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനായിട്ടുള്ള അമരീന്ദർ സിംഗ് രാജ വാറിങ്ങിനെ നിലനിർത്തിയതാണ് പാർട്ടിയെ ഇപ്പോൾ നെടുകെ പിളർത്തിയിരിക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ച് മുൻ മുഖ്യമന്ത്രി ചരൺജിത് സിംഗ് ചന്നിയും ലോക്സഭാ MP സുഖ്ജീന്ദർ സിംഗ് രന്ധാവയും രാജ വാറിങ്ങിനെതിരെ പരസ്യമായി രംഗത്തെത്തി കഴിഞ്ഞു. സംസ്ഥാന അധ്യക്ഷൻ പങ്കെടുക്കുന്ന പരിപാടികൾ പൂർണ്ണമായും ബഹിഷ്കരിക്കാനാണ് ചന്നി രന്ധാവ ക്യാമ്പിന്റെ തീരുമാനം. MLA മാർക്കിടയിൽ വലിയ സ്വാധീനമുള്ള ഈ പ്രമുഖ നേതാക്കൾ രാഹുൽ ഗാന്ധിക്കെതിരെ തുറന്ന പോരിനിറങ്ങിയതോടെ 2027 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിൽ കോൺഗ്രസ് പൂർണ്ണമായും ഭസ്മമാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. സ്വന്തം വീട് തകരുമ്പോഴും ഗ്രൂപ്പ് കളി തുടരുന്ന കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഈ അവസ്ഥയാണ് സോഷ്യൽ മീഡിയയിൽ വലിയ ചിരിക്ക് വഴി തുറന്നിരിക്കുന്നത്. അതിശക്തമായിട്ടുള്ള ആഭ്യന്തര കലഹങ്ങളിലൂടെ കോൺഗ്രസ് സ്വയം തകർന്നടിയുമ്പോൾ അവിടെ നിന്ന് ചിതറിത്തെറിക്കുന്ന രാഷ്ട്രീയ വോട്ടുകൾ കൃത്യമായി പെട്ടിയിലാക്കാനാണ് അമിത്ഷാ തന്ത്രങ്ങൾ മെനയുന്നത്. കോൺഗ്രസ് വോട്ട് ചോരി ആരോപണങ്ങൾക്കായി കാണ്ഡങ്ങൾ എഴുതി തുടങ്ങുമ്പോൾ അമിത്ഷായുടെ മാസ്റ്റർ പ്ലാനിലൂടെ പഞ്ചാബും BJPയുടെ കൈകളിലേക്ക് മാറുമോ എന്ന് വരും നാളുകളിൽ കണ്ടറിയാം. ന്യൂസ് ഡെസ്ക്.